നിങ്ങൾക്ക് ഉണ്ടാവുന്ന സഹനങ്ങൾ നിങ്ങൾ അങ്ങനെ ഒന്ന് കണ്ടുനോക്കിയേ. വെറുതെ എന്നെ വേദനിപ്പിക്കാൻ, എന്നെ ശപിച്ച് തള്ളിക്കളയുന്ന കർത്താവല്ല. ഈ വേദനയെ ഞാൻ അതിജീവിക്കുന്ന കർത്താവിന്റെ ആശ്വാസം അറിയുമ്പോൾ ഇതുപോലെ ഇതിനെക്കാട്ടും വലിയ സങ്കടത്തിലൂടെ കടന്നു പോകുന്ന ഒരുപാട് മക്കളെ ആശ്വസിപ്പിക്കാൻ കർത്താവ് നമ്മളെല്ലാവരെയും ഉപകരണമാക്കും. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. മറ്റൊരു വചനഭാഗം അതിന്റെ കൂടെ ചേർത്ത് വായിച്ചേ. നിങ്ങൾക്ക് അറിയാവുന്ന ഒരു വചനഭാഗമാണ് 31:8. ജോഷുവയെ കർത്താവ് തെരഞ്ഞെടുക്കുന്ന സമയത്ത് മോശയിലൂടെ വലിയൊരു അനുഗ്രഹം കർത്താവ് കൊടുക്കുന്നതാണ്. 31:8 നിയമാവർത്തനം 31:8 ഉറക്കെ വായിച്ചോ. കർത്താവാണ് നിന്റെ മുൻപിൽ പോകുന്നത്, അവിടുന്ന് നിന്റെ കൂടെ ഉണ്ടായിരിക്കും, അവിടുന്ന് നിന്നെ ഭഗ്നാശനാക്കുകയോ പരിത്യജിക്കുകയില്ല. ഭയപ്പെടണ്ട, സംഭ്രമിക്കേണ്ട, നീ പേടിക്കേണ്ട. നിങ്ങളിത് നിങ്ങളുടെ ലൈഫിലോട്ട് എടുക്ക്. ഞാനിത് എൻ്റെ ലൈഫിലോട്ട് എടുത്തു 30 അല്ല 60 അല്ല 100 മേനിയാണ് കർത്താവ് ഫലം തന്നത്. 100 മേനി. എനിക്ക് എൻ്റെ ആനന്ദം കൊണ്ടാണ് ഞാൻ ഇത് പറഞ്ഞുകൊടുക്കുന്നത്. എൻ്റെ കർത്താവെ വഴക്കുണ്ടാക്കി ഞാൻ ചോദിച്ചൊരു കാര്യം അങ്ങയുടെ വാക്കിലൂടെ, അങ്ങയുടെ വചനത്തിലൂടെ അങ്ങ് എനിക്ക് ആശ്വാസം തന്നല്ലോ. ഉറപ്പായിട്ട് നിങ്ങളെ ആശ്വസിപ്പിക്കും. ഉറപ്പായിട്ട്. ഭയപ്പെടണ്ട, സംഭ്രമിക്കേണ്ട. എന്ത് തന്നെ ആവട്ടെ, മുഴുവൻ വാതിൽ അടഞ്ഞു നിൽക്കുന്ന ആ വാതിലിന്റെ മുമ്പിൽ നിന്ന് മുട്ടുകുത്തി നിൽക്കുന്ന നിങ്ങൾക്ക് കർത്താവ് പറയുന്നത് വചനം കേക്ക്, ഹൃദയത്തിലേക്ക് ഏറ്റെടുക്ക്. ഭയപ്പെടണ്ട, സംഭ്രമിക്കേണ്ട, ഞാൻ കൂടെ ഉണ്ടെന്ന്. ശക്തി പറഞ്ഞേ ഹല്ലേലൂയ.